ാണ് വോട്ട് വൈബ് കേരളത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും നടത്തിയ സർവേ അനുസരിച്ചായിരുന്നു യു.ഡി.എഫിന് നേരിയ ഒരു എഡ്ജ്, നേരിയ ഒരു മേൽക്കൈ കിട്ടി. അവിടെ വോട്ട് പേഴ്സന്റേജിലേക്ക് കൂടി, വോട്ട് ഷെയറിലേക്ക് കൂടി എന്ന് പോകണം മഞ്ജുഷ്. അവിടെ കേവലം 37.9%, 39.7%, 2% വ്യത്യാസം. പൂർണ്ണമായിട്ടും 1.8% വ്യത്യാസമായിരുന്നു അന്ന്. ചെറിയൊരു വ്യത്യാസം അന്ന് യു.ഡി.എഫിന് മേൽക്കൈ ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷമുള്ള കണക്കനുസരിച്ച് തൊട്ടടുത്ത ആഴ്ചത്തെ സർവേ അനുസരിച്ച്, അതായത് അവസാന സർവേ ആയിരുന്നു അത്. വോട്ട് വൈബിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണമുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് സർവേ ഫലം പറ്റുകയില്ലായിരുന്നു. ഏപ്രിൽ 6 അവസാനിച്ച, ഇത് നേരത്തെ ന്യൂസ് 18 കേരളം പുറത്തുവിട്ട കണക്കാണ് ഈ 3 സർവേയുടെയും ഫലം. അതൊന്ന് ഓടിച്ചു നോക്കുന്നു എന്നേ ഉള്ളൂ. ഏപ്രിൽ 6 അവസാനിച്ച 3ാം ഘട്ട സർവേ, അതിൽ ആരായിരുന്നു മേൽക്കൈ നേടിയത്? രസകരമാണ്. 64-74, 63-73, നെക്ക് ടു നെക്കാണ്. 64-74, 63-73 എന്ന കണക്കിലേക്ക് വരുന്നു. അവിടെ NDAക്ക് 1 മുതൽ 5 വരെ സീറ്റുകൾ രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാവുകയാണ്. അത് വലിയൊരു വ്യത്യാസമില്ല. 2ഉം 3ഉം ഘട്ട സർവേകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. യു.ഡി.എഫിന് ചെറിയൊരു മേൽക്കൈ, പക്ഷേ അവിടെയും ഓർക്കുക 64 സീറ്റ് വരെ കുറയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ LDFിന് വേണമെങ്കിൽ 73 സീറ്റ് ആയേക്കാം എന്നുള്ള കണക്കുമുണ്ടായിരുന്നു. ഒരു സീറ്റിന്റെയൊക്കെ ഒരു വ്യത്യാസം. ഒരു മേൽക്കൈ നേടി. പ്രധാനപ്പെട്ട കാര്യം 1% വോട്ടിന്റെ മാത്രം, 39.7, 38.7, കേവലം 1% വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിലാണ് യു.ഡി.എഫിന് ഒരു നേരിയ എഡ്ജ് ആ 3ാം ഘട്ട സർവേ പറഞ്ഞിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ പി അഭിലാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, നമ്മുടെ മാജിക് വാളുമായി ചേരുന്നുണ്ട്. അഭിലാഷ്, നമ്മൾ പുറത്തുവിട്ട ആ 3 ഘട്ട സർവേകൾ, അതിൽ തുടക്കത്തിൽ LDFിന് ഒരു നേരിയ എഡ്ജ്, രണ്ടാമത് വന്നപ്പോൾ യു.ഡി.എഫ് ഒരു എഡ്ജ് അതുമായി ബന്ധപ്പെട്ട് നേടുന്നു, മൂന്നാമത് വരുമ്പോൾ വലിയ വ്യത്യാസമില്ല. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് രഞ്ജിത്ത്, ഓർക്കേണ്ട കാര്യം, ഈ 3 സർവേകൾ നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ കൃത്യമായിട്ടും യു.ഡി.എഫ് ഒരു മേൽക്കൈ നേടും എന്നതായിരുന്നു 1ഉം 2ഉം 3ഉം ഘട്ട സർവേകളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യവും ആ 3 സർവേകളിലും ഉണ്ടായിരുന്നു. അതായത് വടക്കൻ കേരളത്തിൽ നേടുന്ന മേധാവിത്വം 1ാം ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു വ്യത്യാസമായിരുന്നു. 2ഉം 3ഉം ഘട്ടത്തിൽ കൃത്യമായിട്ട് അത് പ്രകടമായിരുന്നു. യു.ഡി.എഫിന് ഒരു മേൽക്കൈ കിട്ടും വടക്കൻ കേരളത്തിൽ എന്നുള്ളത്. ഓർക്കേണ്ട കാര്യം, മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ അവിടെ സംഭവിക്കും എന്നുള്ള കാര്യം ആ 2 ഘട്ട സർവേകളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടാൻ പോകുന്ന യു.ഡി.എഫിനാണ്. അതുകൊണ്ട് മധ്യ കേരളത്തിൽ 2021 ഉണ്ടായ ആ തകർച്ച അത് ഉണ്ടാവുകയില്ല. അതായത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ യു.ഡി.എഫിന് അനുകൂലമായി വരികയും ഈ 2 മേഖലകളിലും യു.ഡി.എഫിന് ഒരു എഡ്ജ് നൽകുന്നതിൽ ആ ഫാക്ടർ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് 1ഉം 2ഉം ഘട്ട സർവേകൾ നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ കൃത്യമായ ഒരു മേധാവിത്വം യു.ഡി.എഫിന് കിട്ടും. പക്ഷേ മധ്യ കേരളത്തിൽ യു.ഡി.എഫിന് ചെറിയൊരു മേൽക്കൈ കിട്ടും, പക്ഷേ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും. തെക്കൻ കേരളത്തിൽ LDFിന് ചെറിയൊരു മേധാവിത്വം, പക്ഷേ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതായിരുന്നു ഈ വോട്ട് വൈബിന്റെ തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുൻപുള്ള കണക്കാണത്. പോളിംഗിന് മുൻപുള്ള സർവേ ഫലം മനസ്സിലാണ്, അത് സർവേ എന്ന് തന്നെ പറയാം. ഇനി എക്സിറ്റ് പോൾ കണക്കുകളിലേക്കാണ് വരുന്നത്. പക്ഷേ ഈ സർവേകൾ വിലയിരുത്തുമ്പോൾ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ നടന്നിരുന്നു എന്നത് തന്നെയാണ്. പിന്നെയും ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്. ആ സമയം അപ്പോഴും 3.5% ആളുകൾ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നോട്ട് യെറ്റ് ഡിസൈഡഡ് എന്നുള്ള വിഭാഗത്തിലായിരുന്നു. അപ്പോൾ അത് അതിനിർണായകമാണ്. 1% തന്നെ അങ്ങനെ. ഈ സമയത്തൊക്കെ, ഈ 3 സർവേകൾ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്ന സമയമാണ്. ഒരുപാട് വിഷയങ്ങൾ കടന്നുപോയ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമാണ്. ആ സമയത്തൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്ന, വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിരവധി വിഷയങ്ങൾ, ഇതിപ്പോൾ LDFിനായാലും യു.ഡി.എഫിനായാലും ഏറ്റവും ഒടുവിൽ BJP അകപ്പെട്ട വോട്ട് കോഴ വിവാദമൊക്കെ ആയാലും, അങ്ങനെ നിരവധി വിഷയങ്ങൾ കടന്നു വന്ന സമയത്താണ് ഈ സർവേകൾ നടക്കുന്നത് എന്ന് നമ്മൾ 3 സർവേകൾ ഒന്നുകൂടി ഓടിച്ചു നോക്കിയാൽ അതിൽ എത്രമാത്രം ശക്തമായ പോരാട്ടമാണ് കേരളത്തിൽ നടന്നിരുന്നത് എന്നുള്ള കാര്യം, എത്ര വലിയ പോരാട്ടം, നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്നുള്ള കാര്യം അറിയാം. 1ാമത്തെ സർവേയിൽ ചെറിയൊരു എഡ്ജ് LDFിന്, ഒരു സീറ്റിന്റെ ഒരു എഡ്ജ് അവിടെ കണ്ടപ്പോൾ 2ാമത്തെ ഘട്ടമായപ്പോഴേക്കും യു.ഡി.എഫ് തിരിച്ചു പിടിക്കുന്നു എന്നുള്ള കാര്യമാണ് 2ാം ഘട്ട വോട്ട് വൈബ് സർവേയിൽ പ്രതിഫലിച്ചത്. 67-73, LDFിന് 64-70. 3ാം ഘട്ടമായപ്പോൾ ഇതേ മേധാവിത്വം, ഏതാണ്ട് ഇതേ മേധാവിത്വം എന്ന് തന്നെ പറയാം. അതും പക്ഷേ ശക്തമായ പോരാട്ടം എന്ന രീതിയിൽ 64-74, 63-73, അത് നെക്ക് ടു നെക്ക് എന്ന് പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ. ആര് ജയിച്ചാലും ഒരു 2 സീറ്റിന്റെ അല്ലെങ്കിൽ 3 സീറ്റിന്റെ അഡ്വാൻറ്റേജ് മാത്രം
ഉണ്ടാകുമെന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ. അവിടെയും നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതുപോലെ ഒരു അപ്രമാദിത്വം ആരുടെ ഭാഗത്തും ഉണ്ടാകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സർവേകളിൽ പ്രതിഫലിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വികസനം പ്രധാന ഒരു ചർച്ചാ വിഷയമാകും, ജനങ്ങൾ വികസനം നോക്കി വോട്ട് ചെയ്യും എന്നുള്ള കാര്യം പ്രതിഫലിച്ചിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ 3 ഘട്ട സർവേകളിലും ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിരുന്നില്ല എന്നാണ്. ഏകദേശം 4%-നും 5%-നും ഇടയ്ക്ക് ആളുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മുൻപ്, വോട്ടെടുപ്പിന് മുൻപുള്ള സർവേകളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിരുന്നില്ല എടുത്തു കാണിച്ചത്. പക്ഷേ അഴിമതി ഒരു വിഷയമായിരുന്നു, വികസനം ഒരു വിഷയമായിരുന്നു, അതുപോലെ വലിയൊരു വിഷയമായിരുന്നു, വലിയൊരു വിഷയമായിരുന്നു. ഈ കാര്യങ്ങളായിരുന്നു വോട്ടെടുപ്പിന് മുൻപ് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അത് വോട്ടെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം എന്തായിരുന്നു ജനങ്ങൾ ചിന്തിച്ചത്, ഏത് വിഷയത്തിനാണ് ജനങ്ങൾ വോട്ട് നൽകിയത് എന്നുകൂടി വോട്ട് വൈബിന്റെ ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിലേക്ക് വരാം. സമയം മാത്രമേ ഉള്ളൂ. വോട്ട് ചെയ്തിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തേടി വളരെ കൃത്യമായി തയ്യാറാക്കിയ വോട്ട് വൈബിന്റെ സർവേക്ക് ഇനി 15 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു കാര്യം കൂടി, ഇത് കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്ടിലെയും ബംഗാളിലെയും അസമിലെയും പോണ്ടിച്ചേരിയിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഇതോടൊപ്പം വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തുവിടുകയാണ്. അതിൽ തമിഴ്നാട് ഏറെ പ്രധാനമാണ്. അവിടെ സ്റ്റാലിന് DMK മുന്നണിക്ക്, മതേതര സഖ്യത്തിന് ഭരണം നിലനിർത്തുവാൻ കഴിയുമോ അതോ അണ്ണാ DMK BJP സഖ്യം അവിടെ ഭരണം പിടിക്കുമോ എന്നുള്ള കാര്യമാണ്. വിജയ് എത്രമാത്രം സർവേ ഫലങ്ങൾ പലതും, മിക്ക സർവേ ഫലങ്ങളും സ്റ്റാലിന് അനുകൂലമായിരുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടെ സ്റ്റാലിൻ അധികാരത്തിൽ വരുമെന്നായിരുന്നു നമ്മുടെ സർവേ ഫലങ്ങൾ പലതും നേരത്തെ ഉള്ളത് വ്യക്തമാക്കിയിരുന്നത്. അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് ഈ നമ്മുടെ എക്സിറ്റ് പോളിലൂടെ വ്യക്തമാകും. ആ ഒരു കണക്ക് എങ്ങനെ ഉണ്ടാകും, വിജയ് ഫാക്ടർ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. 20% വോട്ടിനടുത്ത് വിജയ് പിടിക്കുമെന്നുള്ള ഒരു കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വോട്ടുകൾ അത് DMK-ക്കെതിരായി മാറും, DMK മുന്നണിക്കെതിരായി മാറും തുടങ്ങിയ വിലയിരുത്തലുകൾ ഉള്ള സമയത്താണ് വോട്ട് വൈബ് പുറത്തുവിടാൻ പോകുന്നത്. തമിഴകം ആര് ഭരിക്കും, ഇത്തവണ സ്റ്റാലിന് ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നുള്ള അതിപ്രധാനമായ കാര്യം അതുകൂടി കേരളത്തിൻ്റെതായിരിക്കും ആദ്യം പുറത്തുവിടുക. കേരളത്തിന്റെ കണക്കായിരിക്കും, എക്സിറ്റ് പോൾ ഫലങ്ങളായിരിക്കും ആദ്യം പുറത്തുവിടുക. കാത്തിരിക്കുക. അതിനുശേഷം തമിഴ്നാടിന്റെ കണക്കുണ്ട്, അസമിന്റെ ഉണ്ട്, ബംഗാൾ പിടിക്കുവാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിലാണ് BJP ബംഗാളിൽ. തൃണമൂലിനെ തോൽപ്പിക്കുവാൻ, മമതാ രാജിന് അന്ത്യം കുറിക്കുവാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ്. അവിടെ ഓരോ സീറ്റിലും ഞാനാണ് മത്സരിക്കുന്നതെന്ന് മോദി പറഞ്ഞു. അമിത്ഷായും വളരെ കൃത്യമായി തന്നെ ദിവസങ്ങൾ നീണ്ട പ്രചരണം നടത്തിയ ഒരു സ്റ്റേറ്റ് ആണ് ബംഗാൾ. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. SIR നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും എഫക്റ്റീവായി SIR നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ. 90 ലക്ഷത്തിലധികം ആളുകൾ SIR വഴി പുറത്തായ സംസ്ഥാനമാണ്. നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ബംഗാളികൾ മുഴുവൻ ബംഗാളിൽ പോയി വോട്ട് ചെയ്ത ഒരു സംഗതി കൂടി നമ്മൾ കണ്ടതാണ്. മമതാ ബാനർജി അവരെ അവിടെ എത്തിച്ചു വോട്ട് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ന്യൂനപക്ഷ മേഖലകളിലാണ്. അത് മമതയെ എങ്ങനെ സഹായിക്കും, ബംഗാളിൽ അധികാരം പിടിക്കാൻ BJPക്കാകുമോ അതോ ദീദി തുടരുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തത നമ്മുടെ സർവേയിലൂടെ തന്നെ പ്രേക്ഷകരിലേക്ക്. കേരളത്തിലേക്ക് വരാം. 10 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. എക്സിറ്റ് പോൾ ഫലം, വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളിൽ എന്താണ് തെളിഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ LDF അധികാരത്തിൽ തുടരുമോ അതോ UDF അധികാരം പിടിക്കുമോ, NDAക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത്. എക്സിറ്റ് പോൾ ഫലം വരാൻ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ എന്തെല്ലാമാണ് എക്സിറ്റ് പോളിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. ഏത് മുന്നണിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.